നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഏറെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തുവരുന്നത്. അതായത് കുവൈറ്റിൽ തൊഴിൽ കണ്ടെത്താനായി പല വിധത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തുന്ന പ്രവാസികളെക്കുറിച്ചുള്ള ചില വാർത്തകൾ. അതെ, കുറ്റവാളിയെ കണ്ടെത്തുന്നതിനും കുറ്റകൃത്യം തെളിയിക്കുന്നതിനും ഉപയോഗിക്കുന്ന മാർഗങ്ങളിൽ ഒന്നാണ് ഈ വിരലടയാളം എന്നത്. ഒരു തെളിവുമില്ലാതെ പോകുന്ന പല കേസുകളിലും ചിലപ്പോൾ വിരലടയാളം വലിയ വഴിത്തിരിവ് സൃഷ്ടിക്കാറുണ്ട്. പക്ഷേ ആ ധാരണകളെല്ലാം തകർക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വിരലടയാളം വെച്ച് പിടിവീഴാതിരിക്കാൻ വേണ്ടി പുതിയ മാർഗം ഉപയോഗിക്കുന്ന തട്ടിപ്പ് സംഘം ഇപ്പോൾ പോലീസിൽ പിടിയിലായിരിക്കുകയാണ്. വിരലടയാളത്തിൽ മാറ്റം വരുത്താൻ ഇവർ വലിയ സാഹസമാണ് കാണിച്ചിരിക്കുന്നത്. ജോലിക്കായി കുവൈറ്റിലേക്ക് ഉദ്യോഗാർത്ഥികളെ കടത്താനാണ് തട്ടിപ്പ് സംഘത്തിന്റെ ഈ വഴി എന്നത്. വിരലടയാളം മാറ്റാൻ അനധികൃതമായി വിരലടയാള ശസ്ത്രക്രിയ നടത്തി 2 പേരെ തെലങ്കാന പോലീസ് പിടികൂടിയിട്ടുണ്ട്. വിരലടയാള പാറ്റേണുകൾ മാറ്റുന്നതിനായി രാജസ്ഥാനിലും കേരളത്തിലും ഇത്തരത്തിലുള്ള 11 ശസ്ത്രക്രിയകളെങ്കിലും നടത്തിയിട്ടുണ്ടെന്നും ഓരോന്നിനും 25,000 രൂപ ഈടാക്കുമെന്നും പോലീസ് അറിയിച്ചു. നാടുകടത്തപ്പെട്ട ശേഷം കുവൈറ്റിലേക്ക് തിരികെ പ്രവേശിക്കാൻ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായ 2 പേരെയും അറസ്റ്റ് ചെയ്തതായും ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിച്ച മെഡിക്കൽ കിറ്റുകളും മറ്റ് തെളിവുകളും പിടിച്ചെടുത്തതായും പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഞായറാഴ്ച മൽക്കാജ്ഗിരി സോണിൽ നിന്നുള്ള പ്രത്യേക ഓപ്പറേഷൻസ് ടീമും കട്കേസർ പോലീസും സംയുക്ത ഓപ്പറേഷൻ നടത്തി ഗജ്ജലകൊണ്ടഗരി, നാഗ മുനേശ്വർ റെഡ്ഡി, നഗബാല വെങ്കട്ട് രമണ, ബോവില്ല ശിവശങ്കർ റെഡ്ഡി, രണ്ട്ല രാമകൃഷ്ണ റെഡ്ഡി എന്നീ 4 പേരെ പിടികൂടി. കടപ്പയിൽ നിന്ന് വന്ന അവർ ഹൈദരാബാദിലെ ഒരു ഹോട്ടലിൽ താമസിച്ചു. കട്കേസറിൽ കൂടുതൽ ആളുകൾക്ക് അത്തരം ശസ്ത്രക്രിയകൾ നടത്താൻ തയ്യാറായിരുന്നു. ക്രിമിനൽ പ്രവർത്തനത്തിന് കുവൈറ്റിൽ നിന്ന് നാടുകടത്തപ്പെട്ട വ്യക്തികളെ അധികാരികളിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ തട്ടിപ്പ് സഹായിക്കും. YSR കടപ്പ ജില്ലയിൽ കൃഷ്ണ ഡയഗ്നോസ്റ്റിക്സിൽ റേഡിയോളജിസ്റ്റും എക്സ്റേ ടെക്നീഷ്യനുമായ 36 വയസ്സുള്ള ഗജ്ജലകൊണ്ടഗരി നാഗമുനേശ്വർ റെഡ്ഡിയാണ് പോലീസ് പറയുന്നത്. തിരുപ്പതി DBR ഹോസ്പിറ്റലിൽ അനസ്തേഷ്യ ടെക്നീഷ്യനാണ് 39-കാരനായ നഗബാല വെങ്കട്ട് രമണ. 1-2 മാസങ്ങൾക്കുള്ളിൽ മുറിവ് ഉണങ്ങുകയും 1 വർഷത്തേക്ക് വിരലടയാള പാറ്റേണുകളിൽ ചെറിയ മാറ്റം വരുത്തുകയും ചെയ്യുന്നതാണ് ഇവരുടെ രീതി. ശസ്ത്രക്രിയയ്ക്ക് വിധേയരായ ആളുകൾക്ക് ആധാറിൽ അവരുടെ വിരലടയാളം അപ്ഡേറ്റ് ചെയ്യുകയും പുതിയ വിലാസം ഉപയോഗിച്ച് കുവൈറ്റിലേക്ക് പുതിയ വിസയ്ക്ക് അപേക്ഷിക്കുകയും ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. ശസ്ത്രക്രിയകൾ നടത്താൻ ഗജ്ജലകൊണ്ടഗാരിയും നഗബാലയും വിരൽത്തുമ്പിന്റെ മുകളിൽ പാളി മുറിച്ചു മാറ്റി. ടിഷ്യൂവിന്റെ ഒരു ഭാഗം നീക്കം ചെയ്ത് വീണ്ടും തുന്നിക്കെട്ടി. ഇതാണ് ചെയ്തു വരുന്ന രീതി. എന്നാൽ ഇത്തരത്തിൽ ഒരിക്കലും ചെയ്യരുതെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകുകയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.